ഷേർഷാ? എന്താ സംശയമുണ്ടോ? ഷേർഷാ ആരാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ തലയോട്ടിയോട് ചോദിച്ചാൽ മതി, അവ പറഞ്ഞു തരും. അതിന് തലയോട് സംസാരിക്കില്ലല്ലോ ഷേർഷാ. തലയോട്ടികൾ സംസാരിക്കാറില്ല, അതുകൊണ്ടാണ് ഷേർഷാ സംസാരിക്കുന്നത്. ഇതാരുടെ തലയോട്ടിയാണെന്ന് അറിയാമോ? ഇല്ല. നിങ്ങൾക്കെന്നല്ല, ലോകത്താർക്കും അറിയില്ല. ഒരുപാട് ബ്രെയിനുകൾ ഉപയോഗിച്ച് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ജപ്പാനിലെ കുപ്രസിദ്ധ അധോലോക ചക്രവർത്തിയായ മിത്സുയ ടഹാഷി. ഇതയാളുടെ 40ാമത്തെ വയസ്സിലുള്ള തലയോട്ടി. ഇതയാളുടെ 10ാമത്തെ വയസ്സിലുള്ള തലയോട്ടി. വന്ന കാര്യം പെട്ടെന്ന് പറഞ്ഞു തീർക്കണം. എനിക്കിന്ന് 3 കൊലപാതകങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. 4, 5. അതെ, 6. എന്റെ ഭാര്യയ്ക്ക് ഒരു സംശയം. എന്താ, നിങ്ങൾ അവളുടെ ഭർത്താവല്ലെന്നാണോ? അതല്ല. അതിൽ കൊണ്ടുപോകരുത്. എന്താ? വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ അവളെ കെട്ടി തൂക്കിയത്. അത് എന്താന്ന് വെച്ചാൽ എന്റെ ഭാര്യയോട് എനിക്ക് സ്നേഹമുണ്ടോ എന്നുള്ളതാണ് അവളുടെ സംശയം. അപ്പോ ഞാൻ അവളെ കൊന്നു തരണോ? അല്ലേ? അയ്യോ, കൊല്ലൊന്നും വേണ്ട. പിന്നെ എന്റെ ഭാര്യയോട് എനിക്കുള്ള സ്നേഹം കാണിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെറിയൊരു മാർഗം. ഒരു കാര്യം ചെയ്യാം. തന്റെ ഭാര്യയോടൊപ്പം ഞാൻ കുറച്ചു ദിവസം താമസിച്ച് നിങ്ങളുടെ സ്നേഹത്തെ കുറിച്ച് ഞാൻ അവൾക്ക് ഒരു സ്റ്റഡി ക്ലാസ് കൊടുക്കാം. അതൊന്നും വേണ്ട, വഴി ഞാൻ പറഞ്ഞുതരാം. വഴി നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞാൻ പറയുന്ന കേൾക്ക്. ഗർഭിണിയായ എന്റെ ഭാര്യയും ഞാനും കൂടി നാളെ അമ്പലത്തിൽ പോകുന്നു. ഗർഭിണിയായ ഭാര്യയും കൊണ്ട് അമ്പലത്തിലേക്കല്ല, ഹോസ്പിറ്റലിലേക്കാണ് പോകേണ്ടത്. എന്തൊക്കെ ശ്രദ്ധിക്ക്. ഞാനും ഭാര്യയും കൂടി നടന്നു വരുമ്പോൾ ഇക്കവളെ ഉപദ്രവിക്കുന്ന പോലെ അഭിനയിക്കണം, കയറി പിടിക്കണം. ഇത്ര ചെറിയ കാര്യങ്ങൾക്കൊന്നും ഷേർഷ പോകാറില്ല. ഒരു കാര്യം ചെയ്യാം, എന്റെ ശിഷ്യൻ ബൂർഷായ വിടാം. അയ്യോ, അതൊന്നും പറഞ്ഞാൽ പറ്റൂല. ഈ പണിക്ക് വേറെ ആരെ നോക്കിയിട്ട് കിട്ടിയില്ലേക്കാം. എന്റെ ലൈഫിന്റെ പ്രശ്നം നാളെ വരണം. ശരി, അത്ര നിർബന്ധമാണെങ്കിൽ നാളെ നിങ്ങൾ പറഞ്ഞ റോഡിൽ ഈ മഞ്ഞ ഹെൽമെറ്റും ധരിച്ച് ഞാൻ അവിടെ ഉണ്ടാകും. ശരി, നിൽക്കൂ. ഷേർഷയ്ക്ക് ജാതിയില്ല, മതമില്ല, പക്ഷേ മുസ്ലിമാണ്. അത് നന്ദി. പൊക്കോളൂ. എന്മേലെ കോമാ മറന്നിടാ, എനിക്ക് നീ മാത്രമേ ഉള്ളൂ. റുക്കു, നാളെ കാലയിലെ കോവില് പോണോ? ഒരു സത്രസംഹാര പുഷ്പാഞ്ജലി പണോ? ശരി, പറവല്ല, നീ വരലെന്ന് ഞാൻ പോല. മൈൻഡ് ഒന്നും ശരിയല്ല. ഉടമ്പക്കല്ല ഒരേ വലി. ഒരു പ്രശ്നം എന്നാ தெரியாது. சரி சரி, தூங்கிக்கோங்க. நாளைக்கு கோயிலுக்கு போலாம். தூங்கிக்கோங்க. என்னாச்சுன்னா இப்ப நம்ம கோயில இருந்து வேற எங்கேயாச்சும் போறோமா? இல்ல, எங்க இல்ல அண்ணா. இன்னைக்கு எனக்கு மல்லி மாலை, பிச்சி மாலை, கடம்பம் எல்லாம் வாங்கணும். அவ்வளவுதானே. எதுக்கு இருக்கு? இப்ப തന്നെ നമുക്ക് എത്രയോ ബിസിനസ് ഉണ്ട്. அதுக்கு மேல எதுக்கு இந்த பூ பிசினஸ்? ஐயோ, அதுக்கு இல்லன்னா வட்டா கோயிலில பூஜை பண்றதுக்கு. என்ன ஐயப்பன் கோயில் போற வழி இதானா? ആ വഴി പോയാൽ നടക്കില്ല. എവിടെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? என்ன അല്ല, அந்த வழி அரேஞ்ச்மெண்ட்ஸ் எல்லாம் ரொம்ப மோசம். உள்ள நம்ம சின்ன கண்ணன் இருக்கு இல்லையா, அப்ப கெட்டர்ல இப்படி இப்படி போச்சுன்னா பிரச்சனை ஆயிடும். அதான் அப்படிதானே. என்ன, எனக்கு இன்னைக்கு உங்க கையால ஏதாவது வாங்கி கொடுங்க. எல்லாம் வாங்கி தரேன். சீக்கிரம் தடு. அந்த சாரி வாங்கி தரேன். பிடிச்சு பிடிச்சு இதாளு. இவ்வளவு വലിയ கடை? ஆமாமா, വലിയ கடை. நைட்டி இருக்கு, சாரி இருக்கு. என்ன வேணும்? அந்த சாரியா பிடிச்சா புள்ள. அப்படியே நைட்டிக்கு அப்புறமா அந்த வயலட் வேணுமா? வயலட் சாரியா? யாரு என் பொண்டாட்டி மேல கை வச்சது? பொண்டாட்டி மேல கை வைக்கிறதா யாரும் தெரியுமா? எப்படி இருக்கு பாரு. ஆசானே, டேய் அடி அடி. நிறுத்து நிறுத்து நிறுத்து. എന്നെ കൂടാതെ ഹെൽമെറ്റ് ധരിച്ച വേറൊരുത്തരും ഇനി ഒരു അവസരം വരട്ടെ. തൽക്കാലം നമ്മൾ രക്ഷപ്പെട്ടു അല്ലേ ആശാനെ? ഷേർഷയ്ക്ക് ജാതിയില്ല, മതമില്ല, പക്ഷെ ക്രിസ്ത്യാനിയാണ്. എന്റെ വൈഫാണ് എന്റെ മാനകളെ.
ചിരിക്കരുത്. രുക്കു, ഫ്രണ്ട് എന്നെ കണ്ട പിന്നെ നിലത്ത് നിർത്തൂല്ല. അയ്യോ. ഉയ്യോ. 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 അയ്യോ അയ്യോ അണ്ണാ ഭയങ്കര തമാശക്കാരൻ. ഇടിച്ചാണ്. അയ്യോ, എന്റെ അമ്മോ. തടുപിടിക്കില്ലേ? നിങ്ങൾ കാണിച്ച ഒരുമാതിരി പോക്കൃതരായി. അല്ല അത് ഞാൻ താനൊന്നും മിണ്ടണ്ട. താനാണെന്ന് വിചാരിച്ചു ഞാൻ ഒരുത്തനെ കയറി തല്ലുകയും ചെയ്ത് അവന്റെ രണ്ട് കിട്ടുകയും ചെയ്ത് എന്നെ നടുവും പോയി. ആരാത്? ഓ, ഇനി അതറിഞ്ഞിട്ടണം അവനെ ചെന്ന് കണ്ട് അവന്റെ രണ്ടും കൂടി തനിക്ക് കിട്ടാൻ. തനിക്കൊന്നും പറഞ്ഞ പണിയല്ല മിസ്റ്ററത്. അയാളുടെ ഒരു മഞ്ഞ ഹെൽമെറ്റ്. ഒരവസരം കൂടി പറഞ്ഞു. ഷേർഷയ്ക്ക് പറ്റിയ ജീവിതത്തിലെ ആദ്യത്തെ അബദ്ധമാണിത്. അപ്പൊ അന്ന് മംഗലാപുരത്ത് പറ്റിയതോ? അത് കൂട്ടണ്ട. ഇതിൽ ഞാൻ പകരം വീട്ടും. എന്നോടോ? ഇല്ല, ഇന്നല്ലെങ്കിൽ നാളെ ഷേർഷയ്ക്ക് ജാതിയില്ല, മതമില്ല. ഇപ്പൊ മാനോ ഇല്ല. കറക്റ്റ്.